അക്ഷരാർത്ഥത്തിൽ ഡൽഹി കഴിഞ്ഞ ദിവസം കോരിത്തരിക്കുകയായിരുന്നു. വോട്ട് ചോർ ഗഡ്ഡി ചോർ മുദ്രാവാക്യം ഡൽഹിയിൽ അധികാര കോട്ട കൊത്തളങ്ങളെ വിറങ്ങലിപ്പിച്ചു കളഞ്ഞു. രാംലീല മൈതാനിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചോരിക്കെതിരെ സംഘടിപ്പിച്ച മഹാറാലി ഭരണകൂടത്തെ പിടിച്ചുലച്ചു കളഞ്ഞു. കോൺഗ്രസ് എന്നത് രാജ്യത്ത് പ്രതീക്ഷയുടെ പൊൻകിരണമായി ഉദിച്ചു കയറുന്നതിൻ്റെ യഥാർത്ഥ തെളിച്ചമുള്ള ചിത്രത്തിനാണ് രാംലീല മൈതാനി സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തെ ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ BJP നടത്തിയ വോട്ട് കൊള്ളയും അത് വെളിയിൽ കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയുടെ 3 പത്രസമ്മേളനങ്ങളും അതിലൂടെ രാജ്യം മോദിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞതും ജനാധിപത്യം മോദി കശാപ്പ് ചെയ്യുന്നതും SIR-ഉം പൗരത്വ ഭേദഗതി ബില്ലും അടക്കമുള്ള അതീവ ഗുരുതരമായ രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ തന്നെ ചെയ്തികളിൽ തകരുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു കോൺഗ്രസ്. രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന കൂറ്റൻ പ്രതിഷേധങ്ങൾ രാജ്യം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതിൻ്റെ തെളിവുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ ഭരണപക്ഷത്തിന് പ്രതിരോധം തീർക്കുമ്പോൾ തന്നെ പാർലമെന്റിന് പുറത്ത് കടുത്ത പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം നിന്നത്. മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാജ്യത്തോട് നീതി പുലർത്തിയുള്ള പ്രതിഷേധങ്ങൾ രാജ്യം അതീവ ശ്രദ്ധയോടെയാണ് എതിരേറ്റത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ ആവേശം തിരതള്ളി പ്രതിഷേധ തിരമാല ഉയർന്നു പൊങ്ങിയത്. കേരളത്തിൽ നിന്നടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കളും ഭരണഘടനാ ചുമതല വഹിക്കുന്ന മുഴുവൻ ഭാരവാഹികളും പ്രവർത്തകരും അടക്കമുള്ളവർ മെഗാ റാലിയിൽ അണിനിരന്നു. അധികാരം ഉപയോഗിച്ച് രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് മോദിയും അമിത്ഷായും അധികാരത്തിൽ വിലസുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജനാധിപത്യവും നീതിയും മുറുകെ പിടിച്ചുകൊണ്ട് ഇരുവരെയും അധികാരത്തിൽ നിന്ന് തൂത്തെറിയുമെന്നും രാഹുൽ ഗാന്ധി രാംലീല മൈതാനിയിൽ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുറന്നടിച്ചു. തൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചത്. ജ്ഞാനേഷ് കുമാർ, ശുക്ബീർ സിംഗ് ശാന്തു, വിവേക് ജോഷി തുടങ്ങിയവർ BJPക്ക് വേണ്ടി വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് വളരെ സ്പഷ്ടമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു കടുത്ത സ്വരത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി നടത്തിയ 3 അതിപ്രധാനമായ പത്രസമ്മേളനങ്ങളിൽ നിരത്തിയ തെളിവുകൾ ഈ മഹാറാലിയിൽ വീണ്ടും അദ്ദേഹം കൊണ്ടുവന്നു. 5.5 കോടിയിലധികം വോട്ടർമാർ ഒപ്പിട്ട മെഗാ പരാതി രാഷ്ട്രപതിക്ക് നൽകാൻ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു രാംലീല മൈതാനിയിൽ രാഹുൽ ഗാന്ധി ജനത്തിനു മുന്നിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. സത്യമെന്ന ആശയം RSSന്റെയും BJPയുടെയും നിഘണ്ടുവിൽ പോലും ഇല്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലേറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മോദി തുറന്നു നൽകിയ പരമാധികാരം റദ്ദാക്കുകയും ചെയ്ത് ജ്ഞാനേഷ് കുമാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൂടാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പ്രതീകാത്മകമായി 420 നമ്പർ തടവുകാരനാക്കി അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും റാലിയിൽ അരങ്ങേറി. രാജ്യം നേരിടുന്ന മറ്റ് പ്രധാന വിഷയങ്ങളായ സാമ്പത്തിക തകർച്ചയും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും സ്ത്രീ സുരക്ഷിതമില്ലായ്മയും വിലക്കയറ്റവും കർഷക പ്രശ്നങ്ങളും രൂപയുടെ മൂല്യത്തകർച്ചയും ഇന്ത്യ പാക് യുദ്ധവും ചെങ്കോട്ട ആക്രമണവും തീരുവ യുദ്ധത്തിൽ മോദിയുടെ നിലപാടും തൊഴിലില്ലായ്മയും ഒക്കെ ഉയർത്തിയാണ് കോൺഗ്രസിൻ്റെ ഇന്നലത്തെ റാലി രാജ്യ തലസ്ഥാനത്ത് അലയടിച്ചത്. ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയെ കൂടുതലായി ഉണർത്താനും ശക്തിപ്പെടുത്താനും ഈ റാലി ഉപയോഗപ്പെടുമെന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷം ആസാം, തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു കുതിപ്പും ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ഈ റാലി രാംലീല മൈതാനിയിൽ സംഘടിപ്പിച്ചത്. ശക്തമായ ഒരു തിരിച്ചുവരവിനായുള്ള വഴികളിലൊക്കെ കോൺഗ്രസ് വളരെ ആസൂത്രിതമായി വിവിധ തന്ത്രങ്ങൾക്കാണ് പദ്ധതിയിടുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്കും തെളിവുകൾക്കും പിന്നാലെ മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് ജനം ആരവത്തോടെയാണ് എതിരേറ്റത്. കടുത്ത ഭാഷയിൽ പ്രിയങ്ക ഗാന്ധി മോദിയുടെ ചെയ്തികളെ ചോദ്യങ്ങൾ കൊണ്ട് പ്രതിരോധത്തിൽ ആക്കുകയായിരുന്നു. വോട്ട് കൊള്ളയ്ക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതി വരെ എത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി ആഹ്വാനം ചെയ്തു. ഇന്ത്യയിൽ നഷ്ടപ്പെടുന്ന ജനാധിപത്യം
അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാജ്യവ്യാപകമായി ജനരോക്ഷമായി കത്തിപ്പടരും. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യം അത് ആഗ്രഹിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കേരളത്തിലെ UDFന്റെ ഉന്നത വിജയത്തിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഖാർഗെ തുടങ്ങിയത്. തുടർന്ന് മോദിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ശക്തമായി ഖാർഗെ ആഞ്ഞടിച്ചു. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉയർത്തിയ ദേശീയത എന്ന ആത്മബോധം വഴിതെറ്റി വർഗീയ ബോധത്തിലേക്ക് എത്തിച്ച് ഹിന്ദുത്വം ദേശീയതയാക്കി ഭരണത്തിലേറിയവർക്ക് ജനാധിപത്യത്തിൻ്റെ മഹത്വമോ ഭരണഘടനയുടെ മഹത്വമോ അറിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന മഹത്തരമായ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെയും ലോകരാഷ്ട്രത്തിന് മുന്നിൽ ഇക്കാലം അത്രയും കൈക്കൊണ്ട മഹത്തരമായ നിലപാടുകളും ജനാധിപത്യത്തിൻ്റെ മഹത്വത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രാജ്യമെന്ന ഖ്യാതിയും ഇന്ന് തകർത്തിരിക്കുകയാണ് മോദിയുടെ ഭരണം. ഗുജറാത്തിലെ ഗോദ്രയിൽ തുടങ്ങിയ വേട്ടയ്ക്ക് സമാനമായാണ് ഇന്ന് RSSും മോദിയും രാജ്യത്തെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ സംഘങ്ങൾ ഇന്ന് കടുത്ത ഭീതി പരത്തുകയാണ് രാജ്യത്ത്. ന്യൂനപക്ഷങ്ങളെ ആകെ വേട്ടയാടി പിടിക്കുന്ന അവരെ ഭരണപരമായും വർഗീയപരമായും ആക്രമിച്ച് രാജ്യത്തു നിന്ന് തുരത്താമെന്ന ലക്ഷ്യത്തോടെ വോട്ടർ പട്ടികയിലും പൗരത്വ ബിൽ വഴിയും ദ്രോഹിക്കുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്തുള്ള വർഷങ്ങളോളം ജനാധിപത്യം കൊണ്ട് രാജ്യത്തെ പൊതിഞ്ഞ് ഭരണം നടത്തിയ കോൺഗ്രസ് എങ്ങനെ വെറുതെ നോക്കി നിൽക്കും? ഭരണം നടത്തുന്നവർ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഉദ്യമത്തിൽ പരാജയപ്പെട്ടുന്നുവെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിന് തന്നെയാണ്. അത് തന്നെയാണ് വർഷങ്ങളായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. പക്ഷേ മോദി രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണത്തെ ഒരു ജനാധിപത്യ മര്യാദകളുമില്ലാതെ, ഒരു രാഷ്ട്രീയ മര്യാദകളുമില്ലാതെ കടന്നാക്രമിക്കുമ്പോഴും ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ സംരക്ഷണ നിഴലിൽ നിന്നുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ സധൈര്യം മുന്നോട്ട് കുതിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇന്നലെ ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ ഉയർന്നു കേട്ട ജനകീയ ആരവം രാജ്യത്തിൻ്റെ 4 അതിർത്തികളിലും തട്ടി പ്രതിധ്വനിക്കുകയാണ്. വോട്ട് കള്ളൻ രാജ്യം വിടുക എന്ന ബീഹാറിൽ മുഴങ്ങിക്കേട്ട ശബ്ദം അത് ഉയർന്ന് സംസ്ഥാനങ്ങളിൽ അലയൊലികൾ തീർത്ത് അങ്ങ് ഡൽഹിയിൽ വീശിയടിക്കുകയായിരുന്നു ഇന്നലെ. ഖാർഗെയും രാഹുലും പ്രിയങ്കയും കൂടെ കോൺഗ്രസ് രാജ്യാന്തര നേതാക്കൾ ഒന്നടങ്കവും തീർത്ത ഒറ്റ ശബ്ദമായി ഡൽഹി രാംലീല മൈതാനിയിൽ ഉയർത്തിയ മുന്നേറ്റത്തിൽ BJP പാളയത്തിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചു കഴിഞ്ഞു. രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ശക്തമാവുമ്പോഴും മോദി പല കാര്യങ്ങളിലും മൗനത്തിലാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ രൂപയുടെ മൂല്യ തകർച്ച വളർന്നുകൊണ്ടിരിക്കുകയാണ്. രൂപ ഡോളറിനെതിരെ തകർച്ചയുടെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് 90.71 പൈസ എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. ടർക്കിഷ് ലിറയ്ക്കും അർജന്റീനയുടെ പെസോയ്ക്കും പിന്നിലേക്ക് രൂപ എത്തിപ്പെട്ടു. ഈ വർഷം മാത്രം ഡോളറിനെതിരെ കറൻസി 5.5% ഇടിഞ്ഞു താണു. ആഗോളാടിസ്ഥാനത്തിൽ ഏറ്റവും മോശം കാഴ്ചവെച്ച കറൻസിയായി രൂപ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതിനൊരു പ്രതിവിധിക്കും തുനിയാതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അധികാരം നിലനിർത്താനും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുലോം നേടിയ വിജയം കൊട്ടിഘോഷിക്കാനും ഓടി നടക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 20% എന്ന നില 16%-ായി ചുരുങ്ങിയതിനെക്കുറിച്ച് മോദിയും കൂട്ടരും ഇപ്പം മിണ്ടുന്നതേയില്ല. എന്തൊക്കെ പ്രൊപ്പഗാണ്ടയിൽ BJP വിജയം കെട്ടിപ്പടുത്താലും യഥാർത്ഥത്തിൽ BJPയുടെ തകർച്ച പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ കോൺഗ്രസും സഖ്യകക്ഷികളും നടത്തുന്ന നീക്കം ഇപ്പോൾ രാജ്യത്ത് വ്യാപകമാവുകയാണ്. രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഒരു കുതിപ്പ് ഇതിലേക്കാണ് വെളിച്ചം വീശുന്നത്. റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മോദിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരും ചോദ്യമുനയ്ക്ക് മുന്നിലാണ്. വിചാരണ ചെയ്യപ്പെടാനും അഴിക്കുള്ളിലാകാനും ഇനി അധിക കാലമില്ല. മോദിയുടെ അധികാരം തകരുകയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന സിംഹാസനം വിട്ടൊഴിഞ്ഞ് ഒരു ഫക്കീറിനെ പോലെ രാജ്യത്ത് മോദി അലഞ്ഞു നടക്കുന്നതും കാണാം. ഇനി അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നിന്നും നിഷ്കാസനായ ഒരു കാലം മോദിക്ക് വരികയാണ്. അതിൻ്റെ സൂചനകളാണ് രാജ്യത്ത് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.